വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പശുക്കൾക്ക് എളുപ്പത്തിൽ മുഖക്കയറും വട്ടക്കയറും കെട്ടിക്കൊടുക്കുക എന്നുള്ളതിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ സാധാരണ എല്ലാവരും എന്താ ചെയ്യുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവായ മുഖക്കയറും വട്ടക്കയറൊക്കെ വാങ്ങിയിട്ട് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുക. പക്ഷേ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന റോ മെറ്റീരിയൽസ് ഒക്കെ വെച്ചിട്ട് ഇതേപോലെ എളുപ്പത്തിൽ നല്ല സുഖമായിട്ട് ഇതേപോലെ വട്ടക്കയറും അതേപോലെ മുഖക്കയറും നമുക്ക് കെട്ടിക്കൊടുക്കാം. സോ അതെങ്ങനെയാണെന്നുള്ളത് നമുക്കിനി കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. സാധാരണ രീതിയിൽ നമ്മൾ ഒരു പശുവിൻ്റെ കഴുത്തിൽ വട്ടക്കയർ എങ്ങനെയാണ് കെട്ടുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതായത് ഒരു കയർ ഇത്ര പോകുന്നൊരു കയറെടുത്തിട്ട് നമ്മൾ ഒരു ഭാഗം ഇങ്ങനെ മടക്കി പിടിക്കുക. എന്നിട്ട് പശുവിൻ്റെ കഴുത്തിൻ്റെ ഏകദേശം ഒരളവ് അത് വെച്ചിട്ട് എത്രയാണോ നമ്മൾ പശുവിൻ്റെ കഴുത്തിൻ്റെ അളവിൽ കെട്ടാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ആ സ്ഥലത്ത് ഈ കയർ ഇവിടെ വെക്കുക. എന്നിട്ട് ഏകദേശം ഒരു 5 ചുറ്റെങ്കിലും വേണം നമുക്ക്. അപ്പം ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഈ കയർ നമ്മൾ ചുറ്റി തുടങ്ങും. ഇങ്ങനെ 1 അപ്പം ഏകദേശം ഒരു 5 ചുറ്റായിട്ടുണ്ടെങ്കിൽ നമുക്കത് നിർത്തിയിട്ട് ഇവിടെ ഇല്ലേ ഈ ലൂപ്പില്ലേ ആ ലൂപ്പിലേക്ക് ഈ കയർ ഇതിൽ കൂടെ വെച്ച് ഇങ്ങനെ പിടിച്ച് ഈ കയറിൻ്റെ അറ്റം ടൈറ്റ് ചെയ്യുക. ഈ കയറിൻ്റെ ഈ അറ്റവും ടൈറ്റ് ചെയ്യാം. അപ്പം ഈ 2 അറ്റം ടൈറ്റ് ആവും. ഇങ്ങനെയാണ് പശുവിൻ്റെ വട്ടക്കയറും അതേപോലെ മൂക്കുകയറും നമ്മൾ സാധാരണ രീതിയിൽ കെട്ടുന്നത്. ഇത് 2 ഭാഗവും ടൈറ്റ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ മുറിച്ച് മാറ്റിയിട്ട് ഒന്ന് മെഴുകുതിരിയോ തീപ്പെട്ടിയോ ഉപയോഗിച്ചിട്ടൊന്ന് ഉരുക്കി കൊടുക്കണം. അങ്ങനെയാകുമ്പോൾ കയറ് ഉടയാണ്ട് ഇരിക്കും. ഒരു പശുവിൻ്റെ കഴുത്തിൽ കെട്ടുന്ന കയറും അതിൻ്റെ ആ തിരിക്കണ്ണിയില്ലേ അതിലും എങ്ങനെയാണ് നമ്മൾ കയറ് ബന്ധിപ്പിക്കുക എന്നുള്ളത് ഒന്ന് നോക്കാം. ഈ രീതിയിൽ കയർ കെട്ടുന്നതിന് സ്പ്ലൈസിങ് എന്നാണ് പറയുക. നമുക്കതൊന്ന് പരിചയപ്പെടാം. എങ്ങനെയാണ് സ്പ്ലൈസിങ് ചെയ്യുക? ഇത് വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ രീതിയിലുള്ള കയറെടുത്തിട്ട് അതിൻ്റെ അറ്റം ഒന്ന് നന്നായിട്ട് മെഴുകുതിരി വെച്ച് ഒന്ന് ഉരുക്കുക. അത് ഉരുക്കിയതിന് ശേഷം ഇങ്ങനെ ഇതിപ്പോൾ 3 സ്ട്രാൻഡുള്ള കയറാണ്. ഈ സ്ട്രാൻഡ്സ് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുക. ഏകദേശം നമ്മളൊരു കൈയിൻ്റെ അളവിൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് സ്പ്ലിറ്റ് ചെയ്ത ഭാഗം ഇങ്ങനെ വെച്ചിട്ട് ഇതിപ്പം എൻ്റെ അടുത്ത് ശരിക്കുള്ളൊരു തിരിക്കണ്ണി ഇല്ല. ഇതൊരു തിരിക്കണ്ണി, ഇങ്ങനത്തെ ഒരു തിരിക്കണ്ണിയിലാണ് നമ്മൾ ഈ സ്പ്ലൈസ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് കൂടെ ഈ കയറെടുത്തിട്ട് ഇതിനെങ്ങനെ മടക്കുക. ഈ റോപ്പിൽ ഇതാണ് സെൻറ്റർ നടുവിലുള്ള സ്ട്രാൻഡും ഇത് താഴത്തേക്കും ഇത് മുകളിലേക്കുള്ള ഇങ്ങനത്തെ 3 സ്ട്രാൻഡല്ലേ വരുന്നത്. ആദ്യം നമ്മൾ എടുക്കേണ്ടത് ഈ സെൻറ്ററത്തെ സ്ട്രാൻഡ് എടുത്തിട്ട് കയറൊന്ന് പതുക്കെ ഉടച്ച് ഇങ്ങനെ ഒരു ലൂപ്പ് ഉണ്ടാക്കി ഈ സെൻറ്ററത്തെ കയറ് ഇതിലൂടെ ഇടും. എന്നിട്ട് ഇനി ഈ നെക്സ്റ്റ് വരുന്ന കയറില്ലേ ഇത് നമ്മൾ ഇവിടുത്തെ നെക്സ്റ്റ് ഭാഗത്ത് ഉള്ള ഒരു ലൂപ്പിൽ ഇനി ഈ ലാസ്റ്റ് വരുന്ന കയർ ഇത് നമ്മൾ ഇവിടുത്തെ ലൂപ്പിൽ ഇങ്ങനെയുണ്ട്. അങ്ങനെ ഈ 3 കയറും നമ്മൾ ഈ ലൂപ്പിൽ കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ എന്നിട്ടൊന്ന് അത് നന്നായിട്ട് ടൈറ്റ് ചെയ്യാം. ഇനി ഇതേ പ്രൊസീജിയർ തന്നെ നമ്മൾ ഫോളോ ചെയ്യുക. ഒരു 4 പ്രാവശ്യം അല്ലെങ്കിൽ 5 പ്രാവശ്യം ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്താൽ മതി.
മെഴുകുതിരി വെച്ചിട്ട് നന്നായിട്ട് ഈ തലഭാഗം ഇങ്ങനെ ഉരുക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് സ്ട്രാൻഡ്സ് ആയിട്ട് പോകാനുള്ളൊരു സാധ്യത ഉണ്ട്. നമ്മൾ സ്പ്ലൈസിങ് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് സ്പ്ലൈസ് ചെയ്യുക. ഇനി ഇതേ രീതിയിൽ തന്നെ പശുവിൻ്റെ വട്ടക്കയർ, അതായത് കഴുത്തിൽ കൂടെ ചുറ്റുന്ന കയറും നമ്മൾ ഇതുപോലെ തന്നെ സ്പ്ലൈസ് ചെയ്തെടുക്കാൻ പറ്റും. ആ ഭാഗത്തായിരിക്കും ഇത് കൊടുക്കുക. പിന്നെ ഈ എൻഡ് ഇല്ലേ, ഇപ്പം നമ്മൾ സ്പ്ലൈസ് ചെയ്തതിൻ്റെ അറ്റം ഇവിടെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു കത്തി വെച്ചിട്ട് അതൊന്ന് ഒരു ഡയഗണലായിട്ട് കട്ട് ചെയ്തിട്ട് ഈ ഭാഗമല്ലേ ഇവിടെ നമ്മളൊരു തീപ്പെട്ടി ഉപയോഗിച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഈ അറ്റം മാത്രം ഒന്ന് ഉരുക്കി കളയാം. അതുപോലെ ഈ ഭാഗത്തും ഈ രീതിയിൽ നമ്മളൊരു സൈഡ് വൈസ് ആയിട്ട് മുറിച്ച് ഇവിടെ ഒന്ന് ജസ്റ്റ് ഉരുക്കി കളയണം. ജസ്റ്റ് ഇങ്ങനെ തീപ്പെട്ടി വെച്ചിട്ട് നമ്മളൊന്ന് ഉരുക്കി കൊടുക്കണം. ഇവിടെ കുറച്ച് കാറ്റ് കൂടുതലുള്ള സ്ഥലം അതിനെക്കൊണ്ടാണ്. ഈ രീതിയിലൊന്ന് 3 ഭാഗത്തും നമ്മൾ ഉരുക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കയറ് കറക്റ്റായിട്ട് അവിടെ നിന്നോളും. പശുവിൻ്റെ കഴുത്തിൽ കെട്ടുന്ന വട്ടക്കയറില്ലേ, അത് നമുക്കൊന്ന് സ്പ്ലൈസ് ചെയ്ത് നോക്കാം. അതായത് ഇപ്പം നമ്മൾ കെട്ടാൻ ഉദ്ദേശിക്കുന്ന പശുവിൻ്റെ കഴുത്തിൻ്റെ അളവ് ഏകദേശം ഇത്രയാണ് വെച്ചോളൂ. ആ ഒരു അളവിൽ ഞാൻ ഏകദേശം മുറിച്ചെടുത്ത കയറാണിത്. അപ്പോൾ നമ്മൾ ഇത്രയാണ് അതിൻ്റെ കഴുത്തിലേക്ക് കെട്ടാനുള്ള ഭാഗം എന്ന് വിചാരിക്കുക. ഇപ്പോൾ ഇത്ര എക്സസ് ആയിട്ട് 2 ഭാഗത്തും ഏകദേശം ഒരു 5 സെൻറ്റിമീറ്ററിൻ്റെ മുകളിൽ നമ്മൾ 2 ഭാഗത്തും എക്സസ് ആയിട്ട് കയറ് വയ്ക്കുക. അത് വെച്ചതിന് ശേഷം ഒരു സാധാരണ നമ്മൾ വക്ക് നൂലില്ലേ, അങ്ങനത്തെ ഒരു നൂലോ അല്ലെങ്കിൽ റബ്ബർ ബാൻഡോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഇവിടെ ഒരു കെട്ടിടുക. അപ്പം നമ്മൾ ഇവിടെ ഏകദേശം ഒരു വിരലിൻ്റെ വലുപ്പത്തിൽ എടുത്തിട്ട് ഇവിടെ ഒരു കെട്ട് ഇട്ടിട്ടുണ്ട്. സാധാരണ അതിൻ്റെ ഒരു റബ്ബർ ബാൻഡ് ചുറ്റുക. അതുപോലെ തന്നെ ഈ ഭാഗത്തും നമ്മൾ ജസ്റ്റ് ഒരു കെട്ടിടുക. ഇങ്ങനെ 2 ഭാഗം കെട്ടി വെച്ചതിന് ശേഷം ഈ 3 സ്ട്രാൻഡുള്ള സ്ട്രാൻഡ്സ് ഇല്ലേ, ഇത് നമ്മൾ പിരിങ്ങനെ ഉടച്ചിട്ട് ഈ സ്ട്രാൻഡ് ഒഴിവാക്കുക. ഈ രീതിയിൽ ഇവിടെയും നമ്മൾ ഈ സ്ട്രാൻഡ് ഇങ്ങനെ എടുത്തിട്ട് ഈ രീതിയിൽ വയ്ക്കുക. അപ്പോൾ ഇവിടെ ഇതാണ് സെൻറ്ററിൻ്റെ കയറും, ഇവിടെ ഇതാണ് സെൻറ്ററിൻ്റെ കയറും. ഇത് നമ്മളിങ്ങനെ ഓപ്പോസിറ്റ് രീതിയിൽ ഇങ്ങനെ ആയിരിക്കണം ഇത് മേർജ് ചെയ്യേണ്ടത്. ഈ രീതിയിൽ ഇങ്ങനെ മേർജ് ചെയ്യുക. കയറ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, സാധാരണ സ്പ്ലൈസ് എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെ തന്നെ അതേ പ്രൊസീജിയർ ഇവിടെയും ഫോളോ ചെയ്താൽ മതി. അപ്പം ഇത് നമ്മൾ പശുവിൻ്റെ കഴുത്തിൽ വെച്ചിട്ട് ഒരു ഡെമോൺസ്ട്രേഷൻ ചെയ്യാം. പക്ഷേ ഇത് ഇപ്പം കാണാനും അതേപോലെ പഠിക്കാനുള്ള എളുപ്പത്തിന് ഇവിടുന്ന് ഒരു ഡെമോൺസ്ട്രേഷൻ നമുക്ക് ചെയ്യാം. നമ്മൾ ഇങ്ങനെ കയറ് വെച്ചതിന് ശേഷം ഒരു സ്ട്രാൻഡ് എടുത്തിട്ട് ഈ ലൂപ്പിൽ കൂടെ ഇടുക. നെക്സ്റ്റ് സ്ട്രാൻഡ് അടുത്ത ലൂപ്പിൽ, അതിൻ്റെ നെക്സ്റ്റ് ഈ ലൂപ്പിൽ. അങ്ങനെ ഫസ്റ്റ് ലൂപ്പ് ഇട്ടിട്ട് നമ്മളൊന്ന് നല്ല ടൈറ്റ് ചെയ്ത് കൊടുക്കണം കയറ്.
രണ്ട് ഭാഗത്തേക്കുള്ള സ്ട്രാൻഡ്സ് ഒന്ന് നന്നായിട്ട് വലിച്ച് അത് നല്ലോണം ടൈറ്റ് ചെയ്ത് വെക്കുക. ഇത് ഏകദേശം നല്ല ടൈറ്റായി. ഇനി നമ്മൾ ഇതേ പ്രൊസീജിയർ ഇനിയും റിപ്പീറ്റ് ചെയ്യാം. ഇനി ഈ ഭാഗത്ത് അപ്പോൾ നമ്മൾ ഈ കയറിൻ്റെ ഇവിടുന്ന് ഇതുവരെ സ്പ്ലൈസ് ചെയ്തു. ഇനി ഈ കയറിൻ്റെ ഇവിടുന്ന് ഇതേ രീതിയിൽ ഇങ്ങോട്ടേക്ക് സ്പ്ലൈസ് ചെയ്യാം. സ്പ്ലൈസ് ചെയ്തിട്ട് ഇതേ രീതിയിൽ തന്നെ നമ്മൾ ഈ ലാസ്റ്റ് വരുന്ന 3 ഭാഗങ്ങളിൽ അവിടെ നമ്മളതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ഈ കട്ട് ചെയ്ത ഭാഗത്ത് ജസ്റ്റ് ഒരു മെഴുകുതിരിയോ അല്ലെങ്കിൽ തീപ്പെട്ടിയോ ഉപയോഗിച്ചിട്ടൊന്ന് നമ്മൾ അറ്റമനെ ഒന്ന് കരിയിച്ച് കളയാം. അങ്ങനെ എല്ലാ സ്പാൻഡും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സ്പ്ലൈസ് ചെയ്തു. അങ്ങനെയാണ് പശുവിൻ്റെ വട്ടക്കയറിൽ സ്പ്ലൈസ് ചെയ്യും. നമ്മൾ ഈ വട്ടക്കയർ സ്പ്ലൈസ് ചെയ്തിട്ട് എങ്ങനെ പശുവിൻ്റെ മേലെ കഴുത്തിൽ കെട്ടാമെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് തയ്യാറാക്കിയിട്ട് ഇങ്ങനെ സ്പാൻഡ് ചെയ്ത് 2 ഭാഗത്തും കെട്ടിയ ഒരു കയർ ഏകദേശം ഈ 2 ഡിസ്റ്റൻസ് ആയിരിക്കും പശുവിൻ്റെ കഴുത്തിൻ്റെ അളവ്. ഇങ്ങനെ ഈ ലൂപ്പിൻ്റെ അകത്ത് ഇവിടെ വയ്ക്കുക. ഫസ്റ്റത്തെ ലൂപ്പ് നന്നായിട്ട് ടൈറ്റ് ചെയ്യാം. ഇതേപോലെ ഇനി അടുത്തത് അതേ റിപ്പീറ്റ് ചെയ്യാം. നമ്മൾ ലൂപ്പ് കല്യാണി അടങ്ങിക്ക് ഇതേ പ്രൊസീജിയർ നമ്മൾ ഇവിടേക്ക് ചെയ്തത് ഇങ്ങോട്ട് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. ഈ സ്പ്ലൈസ് ചെയ്ത് ഇങ്ങനെ വട്ടക്കയർ കഴിഞ്ഞതിന് ശേഷം ഒരു കത്തി എടുത്തിട്ട് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ക്രോസിൽ ഒരു ഡയഗണലായിട്ട് മുറിച്ചെടുക്കുക. ആ മുറിച്ചതിന് ശേഷം ഒരു തീപ്പെട്ടി എടുത്ത് ജസ്റ്റ് ഒന്ന് അവിടെ മാത്രം കരിയിച്ച് കൊടുക്കുക. വീഡിയോ എടുക്കുമ്പോൾ പറയട്ടാ. ഓക്കെ. ഇങ്ങനെ ഈ അറ്റം കരിയിച്ചെടുക്കണം. ഈ രീതിയിൽ നമ്മൾ എല്ലാ സ്ട്രാൻഡ്സും അതേപോലെ ഓരോന്നായിട്ട് മുറിച്ച്
എല്ലാ സ്ട്രാൻഡ്സും മുറിച്ചിട്ട് ഇവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കരിയിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ടൈപ്പിലും വട്ടക്കയറും അതേപോലെ തിരിക്കണി വെച്ചിട്ട് നമുക്കിങ്ങനെ കെട്ടിയെടുക്കാൻ പറ്റും. ഞാനിതിൻ്റെ മേലെ ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിന്ന് ഒരു മുഖക്കയർ, പശുവിന് മുഖക്കയർ അല്ലെങ്കിൽ മുഖര എന്ന് പറയുന്ന സാധനം എങ്ങനെ ഉണ്ടാക്കാം, ഒരു ടൈപ്പ് 2-3 ടൈപ്പിൽ ഉണ്ടാക്കും മുഖക്കയർ. അതിലൊരു ടൈപ്പ് ഒന്ന് പരിചയപ്പെടാം. അതിന് വേണ്ട സാധനങ്ങൾ ഒരു കഷ്ണം കയർ വേണം, പിന്നെ ഒരു കഷ്ണം ഹോസ്. ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കോട്ടൻ്റെ കയർ എടുക്കുമ്പം ഹോസിൻ്റെ ആവശ്യമില്ല. അല്ലാത്ത ഇങ്ങനത്തെ പോളിയസ്റ്ററിൻ്റെയും നൈലോണിൻ്റെയും റോപ്സ് എടുക്കുമ്പം അത് പശുവിൻ്റെ മൂക്കിൻ്റെ മേലെ തട്ടിയിട്ട് ഇങ്ങനെ വരഞ്ഞ് ഈ സ്കിന്ന് പൊട്ടിയിട്ട് മുറിവ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതിനെക്കൊണ്ടാണ് നമ്മളൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഹോസ് ഉപയോഗിക്കുന്നത്. പിന്നെ കോട്ടൻ്റെ കയറെടുത്തിട്ട് ഉപയോഗിക്കുമ്പം അതിൽ വെള്ളം ചേർന്നിട്ട് വെള്ളം എപ്പോഴും തങ്ങി നിന്നിട്ടും പ്രശ്നമുണ്ടാകും. അപ്പം ഇങ്ങനത്തെ ഒരു കയർ ഉപയോഗിക്കുന്നത് നല്ലത്. അത് പിന്നെ കയറിൻ്റെ കട്ടിയും വലുപ്പമൊക്കെ നമ്മൾ പശുവിൻ്റെ സൈസ് അനുസരിച്ചിട്ടാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു കയറെടുത്തിട്ട് നമ്മൾ ആദ്യം തന്നെ ഈ മുഖക്കയർ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പശുവിൻ്റെ മുഖത്തിൻ്റെ ഏകദേശം ഒരു അളവ്, ഒരു അപ്രോക്സിമേറ്റ് അളവ് എടുക്കുക. അത് ഞാനിപ്പം കാണിച്ചു തരാം അളവ് എങ്ങനെയാണ് എടുക്കുന്നതെന്ന്. പശുവിന് എങ്ങനെ ഇടാമെന്നുള്ളത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അത് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഏകദേശം നമുക്കൊരു അളവ് വേണമല്ലോ പശു. അപ്പോൾ അത് ഇടാൻ ഉദ്ദേശിക്കുന്ന പശുവിൻ്റെ കല്യാണി ഇല്ല, ഏകദേശം ഒരളവ് ഇതാ ഇത്രയും അളവ്. അപ്പോൾ അത് ജസ്റ്റ് കയ്യിൽ നമ്മൾ അപ്രോക്സിമേറ്റ് അളവ് എടുത്തേക്കുക. അപ്പോൾ നമുക്ക് ഏകദേശം ഈ ഒരു വട്ടത്തിലാണ് നമുക്ക് പശുവിൻ്റെ മുഖത്തിൻ്റെ ഒരു അളവ് കിട്ടിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പകുതി അത്രയിലൊരു ഈ ഒരു അളവിൽ നമ്മളൊരു ഹോസ് മുറിച്ച് വെക്കണം. എന്നിട്ട് ഈ നീളം കൂടിയ കയറില്ല അതിൻ്റെ അകത്ത് കൂടെ ഈ ഹോസ് നമ്മൾ ഇടുക. എന്നിട്ട് ഈ കയറിൻ്റെ ഏകദേശം മധ്യഭാഗത്തായിട്ട് മിഡിലായിട്ട് നമ്മൾ ഈ ഹോസ് വയ്ക്കുക. എന്നിട്ട് ഈ കയർ ഞാൻ ഓൾറെഡി അളവെടുത്ത് മുറിച്ച് വെച്ചതാണ്. അതായത് മുഖത്തിൻ്റെ അളവിൻ്റെ പകുതിയും അതിൽ പകുതിയും കുറച്ച് കൂടുതൽ. അതായത് രണ്ട് ഭാഗത്തും നമുക്ക് സ്പ്ലൈസ് ചെയ്യാൻ ഏകദേശം ഒരു വിരലിൻ്റെ അളവിൽ നമുക്ക് കയർ വേണം. അതും പിന്നെ മുഖത്തിൻ്റെ അളവെടുത്ത ഭാഗം ഇത്ര. ഈ ഒരു കയറെടുത്തിട്ട് നമ്മൾ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു വിരലിൻ്റെ വലുപ്പത്തിൽ അതിൻ്റെ തിരി ഉടയ്ക്കുക. അതായത് ഈ സ്ട്രാൻഡ്സ് ഡീസ്ട്രാൻഡ് ചെയ്യണം നമ്മൾ. ഇത്ര ഏകദേശം ഇത്ര. അതേ പ്രോസസ്സ് ഇവിടെയും റിപ്പീറ്റ് ചെയ്യാം. ഈ രീതിയിൽ ചില സ്ഥലത്ത് നമ്മളിപ്പം മുഖക്കയറിൻ്റെ മേലിൽ നിന്ന് നേരിട്ടിട്ട് ഇപ്പം പശുവിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു റിങ് അല്ലെങ്കിൽ തിരിക്കണി, സാധാരണ തിരിക്കണി എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് ഓൾറെഡി വെക്കുന്നത് നല്ലതാണ്. അപ്പം നമ്മളിപ്പം ചെയ്യുന്ന വീഡിയോയിൽ ഞാൻ ഈ കണ്ണി ഇല്ലാത്ത രീതിയിലാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഇവിടെ സ്പ്ലൈസ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, നേരത്തെ കാണിച്ച അതേ രീതിയിൽ തന്നെ നമ്മൾ 3 സ്ട്രാൻഡ് എടുക്കുക. ഈ സെൻറ്ററത്തെ സ്ട്രാൻഡിൽ സ്പ്ലൈസ് ചെയ്യാൻ ആരംഭിക്കുക. നെക്സ്റ്റ് കയർ അടുത്ത സ്ട്രാൻഡിൻ്റെ അകത്ത് കൂടെ, എക്സിസ്റ്റിംഗ് ലാസ്റ്റ് സ്ട്രാൻഡ് ലാസ്റ്റ്. ഇങ്ങനെയാക്കിയിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്യുക. ഈ പ്രോസസ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുക ഇതുവരെ.
അതായത് ഓരോ ടൈമിലും നമ്മൾ ലൂപ്പിൽ എടുത്തതിന് ശേഷം ഒന്ന് ടൈറ്റാക്കി കൊടുക്കണം കയറ്. ഞാനിവിടെ ഈ എക്സസ് വന്നിട്ടുള്ള കയറ് അതേപോലെ നമ്മൾ മുറിച്ചിട്ട് ഈ മുറിച്ച ഭാഗം നമ്മളൊന്ന് തീപ്പെട്ടി വെച്ചിട്ട് ഉരുക്കി കൊടുക്കണം. ഇനി നെക്സ്റ്റ് ഇവിടെ ഈ ഭാഗത്തും അതേപോലെ നമ്മൾ സ്പ്ലൈസ് ചെയ്യാൻ തുടങ്ങും. സെൻറ്റർ ഈ റോപ്പിൻ്റെ സെൻറ്റർ ഇതാണ്, അതിവിടെ വയ്ക്കുക. ഈ രീതിയിൽ ടൈം നമ്മൾ രണ്ട് ഭാഗത്തും സ്പ്ലൈസ് ചെയ്യണം. 5 റണ്ണ് പോകണം ഇത്. ഇങ്ങനെ സ്പ്ലൈസ് ചെയ്ത് നല്ല ടൈറ്റ് ആക്കിയിട്ട് ഈ എക്സസ് വരുന്ന കയർ അതേപോലെ നമ്മൾ മുറിച്ച് മാറ്റുക. നമ്മൾ ഈ മുറിച്ച ഭാഗത്ത് ഒന്ന് ജസ്റ്റ് തീപ്പെട്ടി ഉപയോഗിച്ചിട്ട് ഒന്ന് കരിച്ച് കളയാം. അപ്പോൾ നമ്മളെ മോക്കയർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് പശുവിൻ്റെ മേലെ ഫ്രൈ ചെയ്ത് നോക്കാം. ഇതിനാകെ നമുക്ക് ആവശ്യം വരുന്നത് ഒരു ചെറിയൊരു കഷ്ണം ഓസും ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു 1.5 മീറ്റർ അല്ലെങ്കിൽ 2 മീറ്റർ ഇങ്ങനത്തെ ഒരു കയറും. ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പമായിട്ട് ഇങ്ങനെയൊരു മോക്കയർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മോക്കയർ കെട്ടുന്ന വേറെ രീതിയുണ്ട്, 2 or 3 രീതികളുണ്ട്. അതിലൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വലിയൊരു നോട്ട് ഈ 2 ഭാഗത്തും വരും. അപ്പോൾ അത് പശുവിനൊരു ചെറിയൊരു ഡിസ്റ്റർബൻസ് ആണ്, വലിയൊരു നോട്ട് വരുന്നത്. ആ മെത്തേഡ് ഞാൻ ഒരു പ്രാവശ്യം കാണിച്ചു തരാം. പക്ഷേ ഇതാണ് കുറച്ചൊരു ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ്. ഇപ്പം കയർ കൂടുതൽ ലൂപ്പ് ഇവിടെ വേണമെങ്കിൽ നമ്മൾ എക്സസ് കയറിട്ട് ഇങ്ങനെ ലൂപ്പാക്കി എടുക്കാൻ പറ്റും. നമുക്കിതൊന്ന് കൊണ്ടുപോയിട്ട് പശുവിൻ്റെ മേലെ ട്രൈ ചെയ്ത് നോക്കാം. നമ്മളിങ്ങനെ ഏകദേശം സ്പ്ലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ കയറ് കെട്ടുമ്പം നമ്മളിതാ റീഫ് നോട്ട് കെട്ടുക. ഈ രീതിയിലുള്ളൊരു കയറ് ഇങ്ങനെ കെട്ടുന്ന രീതിയിൽ കെട്ടിയിട്ട് നമ്മൾ ബാക്കി ഭാഗം എക്സസ് വരുന്ന ഭാഗം ഇങ്ങനെ എടുത്ത് ലൂപ്പാക്കി ഒരു 2 ലൂപ്പ് ഇട്ടാൽ ഒരു 2 ലൂപ്പ് ഇട്ടിട്ട് ബാക്കി ഭാഗം നമ്മളിങ്ങനെ ഇവിടെ ഒരു പിരി ഉടച്ചിട്ട് ഇതിൻ്റെ അകത്തേക്ക് കയറ്റി വെച്ചെടുക്കാം. എന്നിട്ട് ഈ എക്സസ് വരുന്ന ഭാഗം നമുക്ക് മുറിച്ച് കളയാം. അതേ സെയിം പ്രൊസീജിയർ ഈ ഭാഗം, അതായത് ഒരു ലൂപ്പ്, രണ്ടാമത്തെ ലൂപ്പ്. ഇതൊന്ന് നല്ല ടൈറ്റാക്കി കെട്ടിയാൽ അതൊരു ആ വൃത്തിയിൽ നിൽക്കും. എന്നിട്ട് അടുത്ത ഭാഗം
നമുക്ക് പശുവിനെ കൺട്രോൾ ചെയ്യാൻ ഇതിന് സാധിക്കും. പാവം പശുക്കളാണെങ്കിൽ ഇത് സ്ഥിരമായിട്ട് കെട്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, മൂക്ക് കുത്തേണ്ട ആവശ്യമില്ല. ഇത് ജസ്റ്റ് കൺട്രോൾ ചെയ്യാൻ കുറച്ച് പാടുള്ള പശുക്കളാണെങ്കിൽ മാത്രം മൂക്കയർ കെട്ടിയാൽ മതി. ഇനി സ്ഥിരമായിട്ട് ഇത് കെട്ടി വെക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമുക്ക് ഇത് ഇൻസിമിനേറ്റ് ചെയ്യുന്ന ടൈമിലോ അല്ലെങ്കിൽ മരുന്ന് കൊടുക്കാൻ ഇഞ്ചക്ഷൻ ചെയ്യുന്ന ടൈമിൽ പശുവിനെ കൺട്രോൾ ചെയ്യാൻ വേണമെങ്കിൽ ഇങ്ങനെ കെട്ടി വെച്ച് ഉപയോഗിക്കുക. അല്ലെങ്കിൽ അത് നമ്മൾ അയച്ച് എടുത്ത് വെച്ചാൽ മതി.